വെൽക്കം ടു അവർ ചാനൽ മാത്ത് വേൾഡ്സ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോമൺ ടോപ്പിക്ക്, അതായത് നമ്മുടെ PSC എക്സാംസിനൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു മേഖലയാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഫ്രാക്ഷൻസിനെ പറ്റിയിട്ട് പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും, അത് എല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങൾ, അതായത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ ഫ്രാക്ഷൻ എന്താണ്, പിന്നെ ഏത് തരത്തിലൊക്കെയുള്ള ഫ്രാക്ഷൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഓണാക്കി വെക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി. അപ്പോൾ പല ആൾക്കാർ ഇപ്പം പല കോമ്പറ്റേറ്റീവ് എക്സാംസും എഴുതുന്നവരാണ്, അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ തുടങ്ങുവാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫ്രാക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പാർട്ട് ഓഫ് എ ഹോൾ എന്നാണ്. പാർട്ട് ഓഫ് എ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ വിചാരിക്കുക ഒരു ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. കയ്യിൽ ഒരു കേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഈ 10 പേർക്ക് എന്ത് ചെയ്യണം, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആ കേക്കിനെ നമ്മൾ എന്ത് ചെയ്യും, 10 ഈക്വൽ പീസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ ഒരു കുട്ടിയോട് ചോദിക്കുവാണ്, ആ കുട്ടിക്ക് ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗമാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് എന്ത് പറയും, 1/10 ആണ് കിട്ടിയതെന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കി അതിൽ എത്ര ഭാഗം ആ കുട്ടിക്ക് കിട്ടിയെന്ന് നോക്കി. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്, പാർട്ട് ഓഫ് എ ഹോൾ എന്നാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പറയുക, ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗം എന്നുള്ളത്. ഇനി ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്ന വേർഡ് ശരിക്കും നമ്മുടെ ഒരു ലാറ്റിൻ വേർഡാണ്. എന്ത് വേർഡാണ്, ലാറ്റിൻ വേർഡാണ്. ഇനി ഈ ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് തന്നെ എന്തെന്നാണ്, ബ്രോക്കൺ എന്നാണ് മീനിങ്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ വേർഡ് ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ബ്രോക്കൺ ആണ്. പിന്നെ ഈ ക്ലാസ്സസ് ശരിക്കും PSC എഴുതുന്നവർക്ക് മാത്രമല്ല, എല്ലാ ക്ലാസ്സുകാർക്കും, അതിപ്പോൾ CBSE ആയിക്കോട്ടെ ICSE ആയിക്കോട്ടെ ഏത് സിലബസുകാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രാക്ഷൻസ്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്നവർ നന്നായിട്ട് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആണ്. അതായത് ഏതൊക്കെ തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട് എന്നുള്ളത്, അതായത് ഫ്രാക്ഷൻസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്ന ആളാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്ത് ഫ്രാക്ഷനെ പറ്റിയിട്ടാണ്, പ്രോപ്പർ ഫ്രാക്ഷനെ പറ്റിയിട്ടാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്കറിയാം ഒരു ഫ്രാക്ഷന് 2 ഭാഗങ്ങളുണ്ടെന്നറിയാം. ഒന്ന് നമ്മൾ പറയും ന്യൂമറേറ്റർ എന്ന് പറയും, പിന്നെ ഒന്ന് നമ്മൾ എന്ത് പറയും, ഡിനോമിനേറ്റർ എന്ന് പറയും ഇല്ലേ. അതായത് നമ്മളൊരു ഫ്രാക്ഷൻ്റെ മുകളിൽ എഴുതുന്ന ഭാഗം ന്യൂമറേറ്ററും താഴെ എഴുതുന്ന ഭാഗം എന്തുവാണ്, ഡിനോമിനേറ്ററുമാണ്. അപ്പം അതിനകത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് ഡിനോമിനേറ്ററിനേക്കാൾ ലെസ് ആണെങ്കിൽ നമുക്ക് എന്ത് ഫ്രാക്ഷൻ എന്ന് പറയാം, പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ 3/5. ഇവിടെ ഡിനോമിനേറ്റർ 5 ആണ്, ന്യൂമറേറ്റർ 3 ആണ്. നമുക്കറിയാം 3 5-നേക്കാൾ ചെറുതാണ് അല്ലേ, ലെസ്സറാണ്. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിളാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ എന്തായിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇംപ്രോപ്പർ. അപ്പോൾ ഇംപ്രോപ്പർ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്, പ്രോപ്പറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇംപ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈക്വൽ എന്നുള്ള കണ്ടീഷനും കൂടെ എടുക്കും. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വലായിട്ട് വരുന്ന ഫ്രാക്ഷൻ ആയാലും, അതുപോലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിട്ടുള്ള ഫ്രാക്ഷൻ ആണെങ്കിൽ അത് എന്ത് ഫ്രാക്ഷൻ ആയിരിക്കും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ഇപ്പം ഞാൻ 7/5 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എന്ത് ഫ്രാക്ഷനാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പം നമ്മൾ അടുത്ത് നമ്മൾ അടുത്ത് മിക്സഡ് ഫ്രാക്ഷനെ പറ്റിയിട്ട് പഠിക്കും. അപ്പം നമ്മൾ അവിടെ പഠിക്കും ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുമെന്ന് പഠിക്കും, പ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഇംപ്രോപ്പറിനെ
പ്രോപ്പർ ആക്കി, അതായത് പ്രോപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അപ്പൊ ഇംപ്രോപ്പർ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. അപ്പൊ നമ്മൾ അടുത്ത് മിക്സഡ് ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഇംപ്രോപ്പറിനെ എന്താക്കി മാറ്റാമെന്ന് പഠിക്കും, മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ പ്രോപ്പറും ഇംപ്രോപ്പറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ആ മിക്സഡ് എന്ന് പറയുന്ന വേർഡിലേ ഉണ്ട് എന്തൊക്കെയോ മിക്സ് ആയി വരുന്നതാണ് അല്ലേ. അതായത് ഒരു നാച്ചുറൽ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടെ ചേർന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എഴുതിയ 2 and 1/3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 2 ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ 1/3 എന്താണെന്ന് അറിയാം, പ്രോപ്പർ ഫ്രാക്ഷൻ ആണെന്ന് അറിയാം അല്ലേ. കാരണം ന്യൂമറേറ്റർ ചെറുതല്ലേ, അപ്പോൾ ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, ഇതെന്താണ്, നാച്ചുറൽ നമ്പർ ആണ്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കുക, നമ്മൾ വായിക്കുക 2 and 1/3 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, വായിക്കുക. ഓക്കെ, അപ്പോൾ 2 and 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എന്താക്കി മാറ്റാൻ പറ്റും, മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. ഇനി അടുത്ത ഒരു ടൈപ്പ് ഫ്രാക്ഷൻ ആണ് സിമ്പിൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വൾഗർ ഫ്രാക്ഷൻ എന്ന് പറയും. എന്ത് ഫ്രാക്ഷൻ ആണ്, സിമ്പിൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്, വൾഗർ ഫ്രാക്ഷൻ. അപ്പോൾ സിമ്പിൾ അല്ലെങ്കിൽ വൾഗർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും എന്തായിരിക്കും, ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ഇപ്പം ഞാൻ 10/12 എന്ന് എഴുതിയാൽ ഈ 10 ഒരു ഹോൾ നമ്പറാണ്, 12 ഒരു ഹോൾ നമ്പറാണ് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഹോൾ നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് എന്നാന്ന് പറയാം, സിമ്പിൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, വൾഗർ ഫ്രാക്ഷൻ എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത, അപ്പോൾ സിമ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് പഠിക്കണം, കോംപ്ലക്സും കൂടെ നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലോ അല്ലെങ്കിൽ രണ്ടിലും, ഓക്കെ, ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ രണ്ടിലും ഫ്രാക്ഷൻസ് വരുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോംപ്ലക്സ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് 1/2/3 ഇതെന്താണ്, കോംപ്ലക്സ് ഫ്രാക്ഷൻ ആണ്. ഇനി 3/5/6 ഇതെന്താണ്, കോംപ്ലക്സ് ഫ്രാക്ഷൻ ആണ്. 1/2/4/7 ഇതും എന്താണ്, കോംപ്ലക്സ് ഫ്രാക്ഷൻ ആണ്. ഇവിടെ ന്യൂമറേറ്ററിൽ ഫ്രാക്ഷൻ വന്നു, ഇവിടെ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നു, ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടിലും വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോംപ്ലക്സ് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനാണ് ഡെസിമൽ ഫ്രാക്ഷൻ. നമ്മൾ ഡെസിമൽ നമ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ അവിടെ പറയുന്ന കാര്യമാണ് ഡിനോമിനേറ്ററിൽ 10ഓ 100ഓ 1000ഓ ഒക്കെ വരുന്നത്. ആ സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 10ന്റെ പവേഴ്സ് ആണെങ്കിൽ, പവേഴ്സ് ഓഫ് 10 അല്ലെങ്കിൽ നമുക്ക് പറയാം മൾട്ടിപ്പിൾസ് ഓഫ് 10, എന്താണ്, മൾട്ടിപ്പിൾസ് ഓഫ് 10 വരുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പവർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ 2/10 എന്ന് എഴുതുന്നു, അതുപോലെ വേറൊരു എക്സാമ്പിൾ 35/100 എന്ന് എഴുതുന്നു, ഇനി 456/1000 എന്ന് എഴുതുന്നു. ഇങ്ങനെ ഒരു 3 എക്സാമ്പിൾ എഴുതി. ഇവിടെ നമുക്കറിയാം ഈ 10നെ നമുക്ക് 10⁻1 എന്ന് എഴുതാം. എന്താ ഈ 10⁻1 എന്ന് പറഞ്ഞാൽ അർത്ഥം, 10നെ നമ്മൾ ഒരു പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു എന്നാണ്. ഇനി ഈ 100നെ നമുക്ക് 10² എന്ന് എഴുതാം. അതിൻ്റെ മീനിങ് എന്താ, നമ്മൾ 10നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു എന്നാണ്. അതുപോലെ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം, 10³ എന്ന് എഴുതാം. അതായത് 10നെ നമ്മൾ എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു, 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് സൂചിപ്പിച്ചത്, പവേഴ്സ് എന്നൊരു വേർഡ് യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ 10ന്റെ പവേഴ്സ് ആയിട്ട് ഡിനോമിനേറ്റർ വരുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം ഈ 10 100 അല്ലെങ്കിൽ 1000 ഒക്കെ എന്താണ്, 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പം അങ്ങനെ വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, പ്രോപ്പർ ഡിസ്കസ് ചെയ്തു, ഇംപ്രോപ്പർ ഡിസ്കസ് ചെയ്തു, മിക്സഡ് ഡിസ്കസ് ചെയ്തു, സിമ്പിൾ പറഞ്ഞു, കോംപ്ലക്സ് എന്താന്ന് പറഞ്ഞു, ഡെസിമൽ എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ഫ്രാക്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോഴേ സ്ഥിരം കേൾക്കുന്ന 2 ആൾക്കാരാണ് ലൈക്കും അൺലൈക്കും. എന്താണ് ലൈക്ക്, അൺലൈക്ക് അല്ലേ. സാധാരണ നമ്മളിപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന വേർഡാണ് ലൈക്ക് ചെയ്തു അൺലൈക്ക് ചെയ്തു എന്നൊക്കെ. പക്ഷെ ആ മീനിങ് അല്ല നമ്മുടെ മാത്തമാറ്റിക്സിൽ ഇതിന് രണ്ടിനും ഉള്ളത്. ഇവിടെ നമുക്ക് രണ്ടിനും 2 മീനിങ് ആണുള്ളത്. ലൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ലൈക്ക് ഫ്രാക്ഷൻ, നമ്മൾ ഈ ലൈക്ക് ഫ്രാക്ഷനും അൺലൈക്ക് ഫ്രാക്ഷനും പറയാൻ നമ്മുടെ കയ്യിൽ 2 ഫ്രാക്ഷൻസ് വേണം കേട്ടോ. 2ഓ 2-ലധികമോ ആകാം, ഒരു പ്രശ്നമില്ല, പക്ഷെ മിനിമം 2 എണ്ണം വേണം. ഇപ്പോൾ 1/9 എന്നും ഞാൻ 2/9 എന്നും എഴുതി.
ഇവിടെ എന്താ പ്രത്യേകത, രണ്ട് ആൾക്കാരുടെയും രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ എന്താ സെയിം ആണല്ലേ. അപ്പൊ അങ്ങനെ രണ്ട് ഡിനോമിനേറ്ററും സെയിമായി വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കുക. അന്നേരം എന്തായിരിക്കാം ലൈക്ക്, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഡിനോമിനേറ്റർ പാടെ എന്തായിട്ട് വരും, ഡിഫറൻ്റ് ആയിട്ട് വരും അല്ലേ. ഇപ്പൊ 1/9 എന്നും അടുത്ത് ഞാൻ 2/10 എന്നും എഴുതി കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്റർ രണ്ടും മാറിപ്പോയില്ലേ, രണ്ടും ഡിഫറൻ്റ് അല്ലേ. അപ്പൊ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ. ഇനി നമ്മൾ എന്താ ഈ അൺലൈക്ക് ഫ്രാക്ഷനെ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അടുത്ത് പിന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓർത്തുകൊള്ളുക, അൺലൈക്ക് നമുക്ക് എന്താക്കാൻ കഴിയും, ലൈക്ക് ആക്കാൻ കഴിയും. അപ്പോൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നു. അൺലൈക്ക് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്തായിട്ട് വരുന്നു, ഡിഫറൻ്റ് ആയിട്ട് വരുന്നു. ഇനി എന്താണ് ഈക്വലന്റ് ഫ്രാക്ഷൻ എന്നുള്ളതാണ്. ഈക്വലന്റ് ഫ്രാക്ഷൻ, ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ടാവും, ആ ഫ്രാക്ഷനോട് ഈക്വലായി വരുന്ന മറ്റ് ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 1/2 എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിൾ എഴുതി, എനിക്ക് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഈക്വലൻ്റ് ആയിട്ട്, അതായത് ഇതിനോടുകൂടി ഈക്വൽ ആയിട്ട് വരുന്ന മറ്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം, നമ്മളൊരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഒരേ നമ്പർ കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ നമുക്ക് ആൻസർ അതായത് ആ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ആകത്തില്ല. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഫ്രാക്ഷൻ ഉണ്ട് ഒരേ നമ്പർ ആണെങ്കിൽ. അല്ലാണ്ട് ന്യൂമറേറ്ററിൽ ഒരു നമ്പറും ഡിനോമിനേറ്ററിൽ ഒരു നമ്പറും തമ്മിൽ വേറെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, വാല്യൂ ചേഞ്ച് ആവും. പക്ഷെ നമ്മൾ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, വാല്യൂ ചേഞ്ച് ആകത്തില്ല. അപ്പം നമുക്കറിയാം, ഏതൊരു നമ്പറിനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ, ആ നമ്പർ തന്നെയല്ലേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ, ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ്, കാരണം അതേ ഫ്രാക്ഷൻ തന്നെ വീണ്ടും റിപ്പീറ്റ് വരും. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത ഒരു നെക്സ്റ്റ് ഈക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അടുത്ത് വേറെ ഒരെണ്ണം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതേ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെക്സ്റ്റ് നമ്പറായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് ഇങ്ങനെ എത്ര എണ്ണം വേണമോ, എത്ര ഈക്വലന്റ് ഫ്രാക്ഷൻ ആവശ്യമുണ്ടോ അത്രയ്ക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്നാ വരും, ആൻസർ 2/4 വരും, 3/6 വരും, ഇതെന്ത് വരും, 4/8 വരും. ഇങ്ങനെ നമുക്ക് എത്ര വേണേലും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ ഇതെല്ലാം എന്തിനോട് ഈക്വൽ ആയിരിക്കും, 1/2 ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം, 1/2 ഈക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കാം. ആണോ? അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ജസ്റ്റ് എന്താണ്, ഫ്രാക്ഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമായിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ ഏത് തരത്തിലുള്ള ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്ക് ലൈക്കിനെ അൺലൈക്ക് ആക്കാം, എങ്ങനെ നമുക്ക് രണ്ട് ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യാം, അതായത് ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് എങ്ങനെ പറയാം, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.